പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടക്കം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണും. ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഒരു കുക്കിംഗ് വീഡിയോ, അതായത് ഒരു കേക്ക് ബേക്കിംഗ് വീഡിയോ ആണ്. നീണ്ട കൊറോണ കാലത്ത് ഒരുപാട് ആളുകൾ കേക്ക് എന്താണെന്നും കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തന്നും ചെയ്ത് കാണിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വീഡിയോയ്ക്ക് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഇല്ലേന്ന് വെച്ചാൽ ഉണ്ട്. അതാണ് അവസ്ഥ. കേക്ക് പല വിധത്തിലുണ്ട്. കേക്ക് കാണാനുള്ള ഭംഗി ചിലപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്നാൽ എൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഉണ്ടാക്കുമ്പോൾ ഉള്ള ഈ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് മക്കൾക്കും മരുമക്കൾക്കും അമ്മയ്ക്കും ഒക്കെ കൊടുക്കുമ്പോഴും ആ ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ചെയ്യുമ്പോഴായിക്കോട്ടെ, ക്രീം ചെയ്യുമ്പോഴായിക്കോട്ടെ, എല്ലാത്തിലും ഞാൻ കറക്റ്റായ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും പെർഫെക്റ്റായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. മക്കൾക്കായാലും മരുമകൾക്കായാലും കേക്കിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും, അതായത് മൂത്ത ആളാണ് കുറച്ച് സംസാരിക്കാനൊക്കെ, ഇളയാൾ ഒരു വയസ്സായതേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ മകനാണ്. രണ്ടുപേരും കുറച്ച് ദിവസമായി പിന്നാലെ നടക്കുന്നു. ഒരു കേക്ക് ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാം, അവരും ഒപ്പം കൂടും. അതുകൊണ്ടാണ് അവർക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടം. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ തട്ടിക്കളഞ്ഞില്ല. ഇന്ന് പിന്നെ എല്ലാം കൊണ്ടും ഒരു നേരം ഒത്തു വന്നു. കാരണം എല്ലാവരും ഒത്തുചേരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു കാര്യം ഉണ്ടാവുമല്ലോ. ആ ഒരു റിസൾട്ട് തന്നെയാണ് ഇന്നത്തെ കേക്കിനും കിട്ടിയത്. നമ്മൾ വിചാരിച്ചതിനേക്കാളും പെർഫെക്റ്റായിട്ട് കേക്ക് ബേക്ക് ചെയ്യാനും പറ്റി. അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് എൻ്റെ കേക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെ ക്രീമിലായാലും ആകെ ഉണ്ടായ ഒരു ഫ്ലോപ്പ് അല്ലെങ്കിൽ ഒരു ഡൗണായി എന്ന് പറയേണ്ടത് ആ ഒരു ഡെക്കറേഷനാണ്. കാരണം ഒരു തരത്തിലും എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ എന്നാൽ കഴിയുന്ന വിധത്തിൽ ചെറിയൊരു ഡെക്കറേഷൻ. പിന്നെ മക്കൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഡെക്കറേഷൻ എങ്ങനെയായാലും നല്ലൊരു ടെക്സ്ചറും നല്ല ക്രീമിയും ആയ ഒരു കേക്കാണല്ലോ, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അതിലൊരു നിരുത്സാഹം വന്നില്ല. കാരണം മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണാനുള്ള ഭംഗിനേക്കാളും കൂടുതൽ ഗുണത്തിനാണല്ലോ പ്രാധാന്യം നൽകുക. ആ ഒരു കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം കാണാനിത്തിരി ഭംഗിയില്ലെങ്കിലും കേക്ക് നല്ല കുഞ്ഞുങ്ങൾക്ക് 100% ഗ്യാരൻറ്റിയോടെ കൊടുക്കാൻ പറ്റിയൊരു കാര്യമായിരുന്നു. കാരണം നല്ല സോഫ്റ്റ് ആയിരുന്നു. ചെറിയ ആൾക്കായാലും കഴിക്കാൻ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റി. ക്രീമാണെങ്കിലും ഓവർ സ്വീറ്റൊന്നും ചേർക്കാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ ഏജ്ഡായ ആളെ, ഇപ്പോൾ അമ്മയൊക്കെ ഏജ്ഡായ ആളാണല്ലോ, അപ്പോൾ അവർക്കൊക്കെ ആർക്കും പെട്ടെന്ന് അങ്ങനെ ഒരു മടുപ്പ് തോന്നുന്ന ഒരു കേക്ക് ആയിരുന്നില്ല. അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയായിരുന്നു. ഓവർ സ്വീറ്റും അല്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു കേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തൃപ്തിയോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. കാരണം നമ്മൾ കഴിക്കുന്നവരുടെ തൃപ്തിയാണല്ലോ നമുക്ക് എപ്പോഴും വേണ്ടത്. ആ ഒരു കാര്യത്തിൽ പെർഫെക്ഷൻ ആയതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാമെന്ന് കരുതിയൊരു വീഡിയോ ആയിരുന്നു ഇത്. ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കൊറോണ കാലഘട്ടത്തിലാണല്ലോ ഓരോ കുക്കിംഗ് വീഡിയോസും നമ്മളെ ഇൻസ്പിറേഷൻ ആയത്. അങ്ങനെ കണ്ടതും കേട്ടതും വെച്ചിട്ടുള്ള ഈ ഒരു അറിവ് വെച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. കേക്കിൻ്റെ ബാറ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സും കൃത്യമായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് കേക്ക് അത്രയും സോഫ്റ്റായി കിട്ടിയത്. പിന്നെ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് ടൈം, അതായത് ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണെങ്കിലും ഒരുപാട് ടൈം ബീറ്റ് ചെയ്ത് അതിനെ ഫ്രീസ് ചെയ്തത് കൊണ്ടാണ് അതത്രയും നല്ല ഈ ഒരു ഫ്ലഫി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ കേക്ക് ചെയ്ത സമയത്ത് കേക്കിൻ്റെ ലെയർ ചെയ്യുന്ന സമയത്ത് പഞ്ചസാര ലായനിയായാലും എല്ലാം കറക്റ്റായി ഒരു ഫോളോ ചെയ്തത് കൊണ്ട് എനിക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടിയത്. എല്ലാവരും ഓരോരുത്തരും ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. പക്ഷേ കിട്ടുന്ന റിസൾട്ട് ഏകദേശം, അതായത് പെർഫെക്റ്റായ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ചെയ്യുക. ആ ഒരു റിസൾട്ട് എനിക്ക് ഡെക്കറേഷൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു ഫ്ലോപ്പ് വന്നിട്ടുള്ളൂ. അതർവൈസ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എനിക്ക് ചെയ്ത് നല്ലൊരു കേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കി അത് കൊടുക്കുന്നതും കൂടി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എക്സ്പ്രഷൻസ് ഒന്നുമില്ല പ്രത്യേകിച്ചിട്ട്. കാരണം നമ്മളൊരു വീഡിയോ ഷൂട്ടായിട്ട് ചെയ്തതൊന്നുമല്ല, വെറുതെ എടുത്ത് വെച്ച വീഡിയോസ് ഇവിടെ ചെയ്യുന്നു എന്ന് മാത്രം.
കേക്ക് ചെയ്യാൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് സ്റ്റാർട്ടിങ്ങിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതും കൃത്യമായിട്ട് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ രീതിയിൽ ചെയ്തതാണ് ഞാൻ. ഇതിനേക്കാളും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവരുണ്ടാവാം, എന്നല്ല ഉണ്ട്. കാരണം പ്രൊഫഷണൽ അല്ലാതെ വീട്ടിൽ നിരവധി വീട്ടമ്മമാരും ഒരുപാട് പേരും ചെയ്യുന്നൊരു കാര്യമാണല്ലോ കേക്ക് ഉണ്ടാക്കുന്ന മെത്തേഡ്സൊന്നും ഞാനിവിടെ ഷെയർ ചെയ്യാത്തതിൻ്റെ കാരണം അതാണ്. എന്താണ് ഞാൻ ഉപയോഗിച്ചത് എന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണുക. നിങ്ങൾ കാണുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. കണ്ടു നിന്ന എല്ലാവർക്കും താങ്ക് യു.